മൂന്നാമതും LDF വരും. എന്തുകൊണ്ട്? തറപ്പിച്ചു പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷം ചെയ്തു കൂട്ടിയ ഓരോ പുരോഗമനത്തിൻ്റെയും വളർച്ചയുടെയും കണക്കുകൾ എണ്ണി കൃത്യമായി പറയുകയാണ് പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഇദ്ദേഹം പറഞ്ഞതൊക്കെ എത്രത്തോളം ശരിയാണെന്ന്. അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. എന്തിന് LDF അധികാരത്തിൽ വരണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ 2016 അനുഭവം നമ്മൾ ഓർക്കണം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ നാട് അനുഭവിച്ച തകർച്ച, എല്ലാ മേഖലയും പിന്നോട്ട് പോയ കാലം. അങ്ങനൊരു കാലത്ത് ഇനി ഇത് ആർക്കും നന്നാക്കാനാകില്ല, എന്റെ നാട് ഇങ്ങനെയായിപ്പോയി, ആര് വിചാരിച്ചാലും നന്നാകില്ല എന്ന് ചിന്തിച്ച നാട്ടുകാര്. ആ ഘട്ടത്തിലാണ് LDF കൃത്യമായ പരിപാടി മുന്നോട്ട് വെക്കുന്നത്. ആ പരിപാടിയെ ജനങ്ങൾ പിന്താങ്ങി. അതിന്റെ ഭാഗമായാണ് LDFനെ അന്ന് ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ള പ്രവർത്തനം LDF ഗവൺമെന്റ് കാഴ്ചവെച്ചപ്പോ വലിയ തോതിൽ നാടിന്റെ നിരാശ മാറി. നല്ല പ്രത്യാശയിലേക്ക് ആളുകൾ വന്നു. നടക്കില്ല, ഒരു കാലത്തും ഇവിടെ വരില്ല എന്ന് കണക്കാക്കിയ ഒട്ടേറെ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാകുന്നത് കേരളം കണ്ടു. അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതായി കണ്ടു. എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? നമുക്ക് പദ്ധതികൾ നാടാഗ്രഹിക്കുന്ന തരത്തിൽ ഏറ്റെടുക്കാൻ ആവശ്യമായ പണമുണ്ടായിരുന്നില്ല. നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തന്നെ പണമില്ല. അപ്പോ LDF സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. എങ്ങനെ പണം കണ്ടെത്തും? അതിനായി പുതിയ ധനസ്രോതസ് വേണം. അതിന്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഒരു പുതിയ ധനസ്രോതസ്, ബജറ്റിലൂടെ അല്ലാതെ നമുക്ക് ആവശ്യമായ പദ്ധതി ഏറ്റെടുക്കാനുള്ള ധനസ്രോതസ്. അന്ന് സർക്കാർ പറഞ്ഞു 50,000 കോടി രൂപയുടെ പദ്ധതികൾ, പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ ഈ 5 വർഷം ഞങ്ങൾ ഏറ്റെടുക്കും. എന്തൊരു ആക്രമണമായിരുന്നു, എന്തൊരു പുച്ഛിക്കലായിരുന്നു. എവിടുന്ന് നടക്കാൻ? മലപ്പുണിക്കാരന്റെ സ്വപ്നം കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് ആര് പണം തരും? ഈ കേരളത്തിന് ആരെങ്കിലും പണം തരാൻ പോകുന്നുണ്ടോ? എന്തെല്ലാം ആക്ഷേപങ്ങൾ. പക്ഷേ ആ പറഞ്ഞതാണോ നടന്നത്? അല്ല, സർക്കാർ പറഞ്ഞതാണോ നടന്നത്? 2021 ആയപ്പോ 50 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ കേരളത്തിൽ ഏറ്റെടുക്കാൻ നമുക്കായത്. ഇപ്പോഴത് 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ്. എല്ലാവരും കൺകുളിർക്കെ കാണുകയാണ്. ഒരു ഭാഗത്ത് നോക്കിയാൽ നാഷണൽ ഹൈവേ നല്ല രീതിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. ആ പൂർത്തീകരിക്കുന്നതിനിടയാക്കിയ സ്ഥലമേറ്റെടുക്കലിന്റെ തർക്കത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കേണ്ടി വന്ന 5,640 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു. 10,000 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ പണി നല്ല രീതിയിൽ നടന്നു പോവുകയാണ്.
ജലപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കോവളത്ത് നിന്ന് ബേക്കലിലേക്കുള്ള അതിനാവശ്യമായ സംസ്ഥാനം ചെലവേണ്ട തുകയും കിഫ്ബിയിലൂടെയാണ് നാം കണ്ടെത്തുന്നത്. നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ചാൽ കാണുന്ന റോഡുകള്, പാലങ്ങള്, ഓവർബ്രിഡ്ജുകള്, ഫ്ലൈ ഓവറുകള്, അങ്ങനെ എന്തെല്ലാം എല്ലാറ്റിലും കിഫ്ബിയുടെ ധനം കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളുടെ ചെലവ്, അതിന് സ്കൂൾ രംഗത്ത് നാം ചെലവഴിച്ചത് 5000 കോടി രൂപയാണ്. നല്ല ഭാഗം കിഫ്ബിയുടേതാണ്. 6000 കോടിയിൽ പരം രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചിരിക്കുന്നു. നല്ല ഭാഗം കിഫ്ബിയുടേതാണ്. എല്ലാ രംഗത്തും വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, അതിന്റെ എല്ലാം സാക്ഷ്യപത്രങ്ങളായി നിൽക്കുകയല്ലേ നാട്ടിൽ. എന്തെങ്കിലും പക്ഷഭേദമുണ്ടോ? എല്ലായിടവും ഒരേ പോലെയല്ലേ? നാടിന്റെ വികസനത്തെ കുറിച്ച് LDF പറഞ്ഞൊരു കാര്യമുണ്ട്. അത് സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമെന്നാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ വികസനമല്ല, എല്ലാ പ്രദേശവും വികസനത്തിന്റെ സ്പർശമേൽക്കണം. എല്ലാ ആളുകളും, എല്ലാ കുടുംബങ്ങളും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കണം. അതല്ലേ നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും സംസ്ഥാനത്തിന് നമ്മുടെ അതിദരിദ്ര വിഭാഗത്തെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തമാക്കി കളയാമെന്ന് തോന്നിയോ? തോന്നിയ ഏക സംസ്ഥാനം കേരളം. എന്താ കാരണം? LDF ആണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് തോന്നുന്നു. LDFന് മാത്രമേ അത് തോന്നൂ. ജനങ്ങളോടുള്ള പ്രതിബദ്ധത, പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത. 64,006 കുടുംബം ഒന്നിച്ച് കേൾക്കുമ്പോൾ വലിയ നമ്പറാണ്. ഓരോ കുടുംബത്തെയാണ് എടുത്തത്. ആ ഓരോ കുടുംബത്തിനുമുള്ള പ്രശ്നങ്ങൾ എന്താണ്? അവരുടെ ക്ലേശഘടകങ്ങൾ എന്താണ്? എങ്ങനെയാണ് അവ പരിഹരിക്കാനാവുക? എങ്ങനെയാണ് അവരെ അതിദാരിദ്ര്യ മുക്തരാക്കുക? അതല്ലേ നടന്നത്. 64,006 കുടുംബവും അതിദാരിദ്ര്യ മുക്തമായപ്പോഴാണ് കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യ മുക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ലോകം സ്തംഭിച്ചു, രാജ്യം ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഇതുപോലൊരു നാടിന്, അതും ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഉള്ള ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യമുക്തമാകാനാകുന്നത് എന്നാണ് അവരെല്ലാം ചിന്തിച്ചത്. അതാണ് LDFന്റെ പ്രസക്തി. നാട്ടിലെ പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുക, ജനങ്ങളുടെ കൂടെ നിൽക്കുക. ഇപ്പോ 2016 അവസ്ഥയിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ പറയാ. രാജ്യം നമ്മുടെ സംസ്ഥാനത്തെ കാണുന്നു ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം. നമ്മളതില് വലിയ തോതിൽ അഭിമാനം കൊള്ളുന്നവരല്ല. കാരണം നമുക്ക് വേണ്ടത് തീർത്തും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനം എന്ന പേരാണ്. പക്ഷേ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പേര് നമുക്കിപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് നേടാനായത്? LDF അല്ലെങ്കിൽ അത് നേടുവോ? സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. അത് അധികാരത്തിൽ നിൽക്കുന്നവരുടെ സംസ്കാരത്തിന്റെയും പ്രശ്നം അതിലുണ്ട്. LDFന് ആ സംസ്കാരം നല്ലതുപോലെയുണ്ട്. ഇങ്ങ് പോരട്ടെ എന്നല്ല, അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് ചിന്ത. അതാണ് പ്രശ്നം. അതാണ് ഈ നാട് കണ്ടത്. ഭരണതലത്തിലെ ഉന്നതങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കൃത്യതയോടെ ആരോപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? ഈ 10 വർഷമായിട്ട് കഴിഞ്ഞോ? ഏതെങ്കിലും ഉന്നയിക്കാൻ നോക്കിയെങ്കിൽ അതിനെല്ലാം കോടതികളിൽ നടക്കം കനത്ത തിരിച്ചടിയല്ലേ കിട്ടിയത്? ഇതല്ലേ വസ്തുത. ആ ഒരു സംസ്കാരം ഇന്നെല്ലാരും അംഗീകരിക്കുകയാണ്. നമ്മുടെ നാട്ടില് LDFനല്ലാതെ അത്തരം ഒരു സംസ്കാരം കൊണ്ടുവരാൻ കഴിയോ? ആ രീതിയിൽ രാജ്യം നോക്കിക്കാണുന്ന തരത്തിൽ അഭിമാനം കൊള്ളാൻ പറ്റുന്നൊരു നാടാക്കി കേരളത്തെ മാറ്റാൻ കഴിയോ?
ശീലങ്ങളെല്ലാം, മറ്റുള്ളവരുടെ ശീലങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് മാത്രം. ആ ശീലത്തിൽ നിന്ന് മുക്തം LDF. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന ഏത് പദ്ധതിയും ആ പദ്ധതിക്ക് ചെലവിടുന്ന പണം പൂർണ്ണമായിട്ട് അവിടെ ചെലവിടാൻ പറ്റും. പലയിടങ്ങളിലും അതിന് വിഹിതം നിശ്ചയിക്കും. ആ വിഹിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കപ്പെടണം. അതൊന്നുമില്ലാത്തൊരു നാട് ഇന്ന് കേരളമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അവിടെയാണ് LDFന്റെ പ്രസക്തിയുള്ളത്. ആ സംസ്കാരം LDF പുലർത്തിപ്പോരുന്നു. നമ്മുടെ നാടിനെ ചില കാര്യങ്ങൾ അസാധ്യം എന്ന് കണക്കാക്കിയതുണ്ടായിരുന്നു. 2016 മുൻപ് കേരളത്തിൽ ആരെങ്കിലും ഒരാള് കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമെന്ന് കണക്കാക്കിയിട്ടുണ്ടോ? ഒരാൾക്കും ചിന്തിക്കാനാകില്ല. എന്താ കാരണം? കേരളം റാങ്കിങ്ങിൽ വളരെ പുറകിലാണ്. അപ്പോ LDF അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് ചിന്തിച്ച എന്താ? ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നാടിനെ എങ്ങനെ പുരോഗമനപരമായി മാറ്റാം, അതാണ് ചിന്തിക്കേണ്ടത്. ആ ദൗത്യം സർക്കാർ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച ചെയ്തു. ദീർഘമായി ഞാൻ പോകുന്നില്ല. ആ ചർച്ചയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. 7 നിയമങ്ങൾ ഭേദഗതി ചെയ്തു, 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. നമ്മുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അത് വ്യവസായ സംരംഭങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ആ മാനസിക ഘടന മാറണമായിരുന്നു. വലിയ ബോധവൽക്കരണ നടപടികളിലേക്ക് കടന്നു. നമ്മുടെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തു. ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തപ്പോ നല്ല സഹകരണം ട്രേഡ് യൂണിയൻ നേതാക്കളിൽ നിന്നുണ്ടായി. എല്ലാ ട്രേഡ് യൂണിയനുകളും വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ. ഒരാളൊരു വ്യവസായവുമായിട്ട് വന്നാൽ സമയബന്ധിതമായി തുടങ്ങാം. 3 വർഷം നിങ്ങളെല്ലാം റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. ആരുടെയും അനുമതി വേണ്ട, തുടങ്ങിക്കോളൂ. 3 വർഷം കൊണ്ട് അനുമതി ഓരോന്നായിട്ട് എടുത്താൽ മതി. പറഞ്ഞതല്ല, നിയമം വന്നു. ഇവിടെ 2021 പതിവനുസരിച്ചാണെങ്കിൽ, നേരത്തെയുള്ള ശീലമനുസരിച്ചാണെങ്കിൽ LDF മാറണമായിരുന്നു, UDF വരണമായിരുന്നു. പക്ഷെ ജനങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. അവർ തീരുമാനിച്ചു LDF തന്നെ തുടരട്ടെ. അതിന്റെ പ്രത്യേകത എന്തായി? 2021 എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടരാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനം കേരളത്തിന്. അതൊരു വർഷമല്ല, അടുത്ത വർഷവും. നമ്മുടെ കൊച്ചിയിൽ നിക്ഷേപ സംഗമം നടന്നപ്പോ 2 ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപ താല്പര്യപത്രമാണ് വന്നത്. ദാവോസിൽ ലോക നിക്ഷേപ കാര്യങ്ങൾ സമ്മേളിച്ചുകൊണ്ട് പരിശോധിക്കുന്ന ഒരു തരം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ. കേരളം 1,18,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. ഇതാണ് നാട്. നമ്മുടെ നാടിന് മാറ്റം വന്നിരിക്കുന്നു. എല്ലാ രംഗത്തും വലിയ മാറ്റം. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറിയിരിക്കുന്നു. മികവിന്റെ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലയളവിൽ 13 മികവിന്റെ കേന്ദ്രങ്ങളാണ് ആരംഭിക്കാൻ നാം തീരുമാനിച്ചത്. വലിയ തോതിൽ അംഗീകാരം പിടിച്ചു പറ്റുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ തോതിൽ അവസരങ്ങൾ ഒരുക്കുന്ന, ഇന്നത്തെ ലോകത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുസരിച്ചുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതാണ് മാറ്റം. ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി LDF എന്തിനു വരണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ LDF വരണം എന്ന് നാടിന്റെ എല്ലാ വിഭാഗങ്ങളും പറയുന്ന നിലയുണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ അവശത അനുഭവിക്കുന്നവർ,
വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, പാവപ്പെട്ടവർ, ഇവിടെ നൽകിയ ക്ഷേമ പെൻഷൻ 600 രൂപയിലാണ് ഞങ്ങൾ വരുമ്പോ 2016 600 രൂപ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശികയും ആദ്യം കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പിന്നെ പടിപടിയായി വർദ്ധിച്ചു. 1600ലേക്ക് 2021 ഇപ്പോ 2026 2000 രൂപ ഓരോ ആൾക്കും കൃത്യമായി കിട്ടുന്നു. കുടിശ്ശികയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോ ആരും കുടിശ്ശികയില്ല. 2026 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് 2000 രൂപയാണെങ്കിൽ അതിൽ കുടിശ്ശികയില്ല. എന്നാൽ 600 രൂപ ഉണ്ടായിരുന്ന കാലത്ത് അതിന് കുടിശ്ശിക എത്ര? 18 മാസം. ഇനി കുറച്ചുകൂടി പുറകിലോട്ട് പോകൂ. അങ്ങനെ പുറകിലോട്ട് പോയാൽ 2006 ഇവിടെ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ അന്നത്തെ കുടിശ്ശിക എത്രയാണ് UDF എത്തിവെച്ചത്? 28 മാസത്തെ കുടിശ്ശിക. ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് പാവപ്പെട്ടവർ പറയുന്നത് ഇവരാണ് വേണ്ടത്, LDF ആണ് വേണ്ടത്, LDF ആണ് ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായാണ്. ഇതാണ് നാം കാണേണ്ടത്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. ഇതൊക്കെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ, വികസനങ്ങൾ. ഇത് ഓരോ മലയാളിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണോ അല്ലയോ? ഇതൊക്കെ വളരെ നിശിതമായി ഖണ്ഡിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇനി ജനങ്ങൾ തീരുമാനിക്കും മൂന്നാമത് പിണറായി സർക്കാർ വരണോ വേണ്ടയെന്ന്. അപ്പോൾ അതിന് ഏപ്രിൽ 9 കഴിഞ്ഞ് മെയ് 4 വരെ കാത്തിരുന്നാൽ മതി. മൂന്നാമതും സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കുപ്പായമാണിയുമോ ഇല്ലയോ എന്ന് കാണാം, കാത്തിരിക്കാം.